ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ പായസമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സേമിയ പായസം. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. ആ സേമിയ ഒരു ചീനച്ചട്ടിയിൽ ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതുപോലൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം അത് നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണം. അതിനുശേഷം ഞാനൊരു 100 ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്. ആ ചവ്വരിയും ഇതുപോലെ തന്നെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് ചീനച്ചട്ടിയിൽ അതുകൂടെ നല്ലതായിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കണം. അത് നമ്മൾ വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് വെക്കുക. നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡ്. ഞാനൊരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ആ മിൽക്ക് മെയ്ഡും എടുത്തതിന് ശേഷം ഒരു കുക്കറിലാണ് ഞാനിപ്പം സേമിയ പായസം ഞാൻ വെക്കാനായിട്ട് പോകുന്നത്. സേമിയയും ചവ്വരിയും കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ അടിയിലേക്ക് ഒരു ശകലം നെയ്യ് ഒഴിച്ചതിന് ശേഷം സേമിയയും ചവ്വരിയും അതിലേക്കിടുക. വേറൊരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. നന്നായിട്ട് തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് പാലും വെള്ളവും കൂടെ ചേർത്ത് വേണം നമ്മൾ അതിലേക്ക് ഒഴിക്കാനായിട്ട്. തിളച്ച് വന്ന പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേണം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വിസിലിടാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് തൂവി മേലോട്ട് പൊങ്ങാനായിട്ട് സാധ്യതയുണ്ട്. വിസിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സേമിയയും ചവ്വരിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിക്കേ. ഇതിന് ശേഷം വേണം ഞാനൊരു 2 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പാലും എടുക്കണം. പഞ്ചസാര ഞാൻ 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ഇതിലേക്ക് ഇടുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ് മധുരം. ഇവിടെ മധുരം കുറച്ച് മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മധുരം കുറച്ചെടുത്തത്. അതിനുശേഷം നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വേണം നമ്മൾ മുന്തിരി ഇടാനായിട്ട്. കിസ്മിസ് കൂടെ അതിലേക്കിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കയാണ്. ഏലക്ക നമ്മൾ ഒരു ശകലം പഞ്ചസാര കൂടെ ഇട്ട് മിക്സിയിലൊന്ന് പൊടിച്ച് വെക്കണം നേരത്തെ തന്നെ. അപ്പം നമ്മുടെ സേമിയ പാലും ഒഴിച്ച് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാല് കൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ഏലക്കാപ്പൊടി കൂടെ ഇടണം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഈ സേമിയ പായസത്തിലേക്ക് ഇടുക. കുക്കറിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സേമിയ വെന്ത് കിട്ടുകയും ചെയ്യും. സേമിയയും ചവ്വരിയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെക്കുന്നത് കാരണം അടിയിൽ പിടിക്കാതെ കിട്ടുകയും ചെയ്യും. നമ്മുടെ ടേസ്റ്റിയായ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.